2 മാസത്തെ വേനലവധിയൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും സ്കൂൾ തുറക്കുകയാണ് അല്ലേ. അപ്പോൾ ഈ 2 മാസം കൊണ്ട് കുറേ ശീലങ്ങളിലേക്ക് നമ്മുടെ കുട്ടികൾ, പ്രത്യേകിച്ച് പുതിയ കാലത്തെ കുട്ടികൾ പോയിട്ടുണ്ടാവും. അപ്പോൾ വീണ്ടും അവർ പുസ്തകവും പഠനമൊക്കെ ആയിട്ട് ഉള്ള ലോകത്തേക്ക് വീണ്ടും തിരിച്ചു പോവുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളൊരു പുതിയ കാലത്തെ കുട്ടികളെ ഈ വീണ്ടും സ്കൂളിലേക്ക് അയക്കുമ്പോൾ അല്ലെങ്കിൽ വീണ്ടും സ്കൂളിൽ കണക്ട് ചെയ്യുമ്പോൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ടാവുമല്ലോ. ഇപ്പോഴത്തെ കുട്ടികളെ നമ്മൾ വിളിക്കുന്നത് തന്നെ ആൽഫ ജനറേഷൻ. ഇപ്പോൾ സ്കൂളുകളിലെ മുഴുവൻ കുട്ടികളും ആൽഫ ജനറേഷൻ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ടതായിരിക്കും. അവർക്ക് ഒരുപാട് സവിശേഷതകളുണ്ട്. അതിലൊന്നാമത്തത്, അവർ വീടുകളിൽ നിൽക്കുന്ന സമയത്ത് അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയയുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ സോഷ്യൽ മീഡിയയുടെ ഭവിഷ്യത്തുകളെ കുറിച്ച് കൂടി ആ കുട്ടികൾ ബോധവാന്മാരാണെന്നുള്ളതൊരു യാഥാർത്ഥ്യം അറിഞ്ഞുകൊണ്ടാണ് അവരിതിൽ നിൽക്കുന്നത്. അവർക്കും അത് രക്ഷപ്പെടണ ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മളെ രക്ഷിതാക്കളെന്ന നിലക്ക് കുട്ടികളുടെ ഒരു പഠനാന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒരു സംവിധാനം നമ്മുടെ വീടുകളിൽ പുതുതായിട്ട് കൊണ്ടുവന്നേ മതിയാവുള്ളൂ. നേരത്തെയൊക്കെ കുട്ടികൾ സ്കൂളിൽ പോകുന്നു, സ്കൂൾ വിട്ട് വരുന്നു, രക്ഷിതാക്കൾക്ക് ഈ സ്കൂളിങ്ങുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നൊരു മനോഭാവത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അതിന് പകരം നമ്മുടെ വീടുകളിൽ വൈകുന്നേരം 7 മണി മുതൽ രാത്രി ഒരു 9 മണി വരെയെങ്കിലും ഒരു പഠനാന്തരീക്ഷത്തിൻ്റെ സാഹചര്യം ഉണ്ടാക്കി കുട്ടികൾ സ്കൂൾ വിട്ട് വന്നാൽ എല്ലാവരും കൂടി ഇരുന്ന് പഠിക്കുന്ന ഒരു രീതി ഉണ്ടാക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നത്. മറ്റൊരു കാര്യം, നമ്മൾ പുതിയ രക്ഷിതാക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവുക, അധ്യാപകരെ ഒരു ശത്രുതാ മനോഭാവത്തോടെ എന്ന് വേണേൽ പറയാം. ആ വാക്കവിടെ കൃത്യമല്ല എങ്കിൽ പോലും പെരുമാറുന്നൊരു രീതിയാണ് കാണുക. കാരണം അധ്യാപകരെന്ന് പറയുന്നത് കുട്ടികൾക്ക് ശമ്പളം വാങ്ങുന്ന, അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യത്തിൽ അത്ര ശ്രദ്ധയൊന്നുമില്ലാത്ത കുട്ടികളുടെ പക്ഷത്ത് നിന്നിട്ട് എപ്പോഴും സംസാരിക്കുക. ഇപ്പം ഒരു കഴിഞ്ഞ വർഷം ടൂറ് പോകുന്നൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ വലിയ ചർച്ച വന്നിരുന്നു. കുട്ടികളുടെ ചിലവിൽ ടൂറ് പോവുകയാണ് അധ്യാപകർ എന്നൊക്കെ. യഥാർത്ഥത്തിൽ അധ്യാപകർ ശമ്പളം ചെയ്യുന്നതിൻ്റെ അപ്പുറത്ത് ചെയ്യുന്ന ഒരുപാട് പണികളുണ്ട്. ആ പണികളൊക്കെ കാണാതെ പോകുക എന്നത് മാത്രമല്ല, രക്ഷിതാവും അധ്യാപകരും ചേർന്ന് നയിക്കുന്ന ഒന്നാണ് വിദ്യാഭ്യാസ സിസ്റ്റം. കുട്ടിയാണ് നമ്മൾ നയിക്കുന്നത്. പക്ഷേ അവരെ നയിക്കണമെങ്കിൽ അവർക്ക് വേണ്ട ശക്തി കൊടുക്കുന്ന പവർ ഫാക്ടർ എന്ന് പറയുന്നത് ഒരു സൈഡ് രക്ഷിതാവും ഒരു സൈഡ് അങ്ങനത്തെ ഒരു ട്രയാങ്കിൾ ഉണ്ട്. ശരിക്കും 3 ടയർ സിസ്റ്റം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പോലും അതാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ 3 ടയർ സിസ്റ്റമുള്ള ഒരു ഓട്ടോറിക്ഷ കണ്ടാൽ തന്നെ അത് മനസ്സിലാവും. മുൻപുള്ള ചക്രമാണ് വിദ്യാർത്ഥി, അതെങ്ങോട്ട് പോകണമെന്ന് കുട്ടി തീരുമാനിക്കും. പക്ഷെ പുറകുള്ള 2 ചക്രങ്ങളും ഒരേപോലെ കറങ്ങുമ്പോഴാണ് മുൻപിലെ വിദ്യാർത്ഥി ലക്ഷ്യത്തിലെത്തുക. അധ്യാപകരുടെ കറക്റ്റ് ആയിരിക്കും. അധ്യാപകരുടെ ലക്ഷ്യം ഈ കുട്ടിയെ നല്ല നിലയിൽ എത്തിക്കുക എന്നുള്ളതാണ്. രക്ഷിതാവിൻ്റെ ലക്ഷ്യവും അത് തന്നെയാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ അധ്യാപകരെ മാറ്റി നിർത്തി രക്ഷിതാവും കുട്ടിയും തമ്മിലുള്ള അലൈൻമെന്റ് ശരിയാവുകയും അധ്യാപകർ പുറത്താവുകയും ചെയ്യുന്നൊരു സാഹചര്യം അടുത്ത കാലത്ത് ധാരാളമായി കണ്ടുവരുന്നുണ്ട്. അതിനെ നമ്മൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ സോഷ്യൽ സ്ട്രക്ചറിൽ വന്നൊരു മാറ്റം കൂടെ എനിക്ക് കാരണമായിട്ടുണ്ടാകും. മുമ്പൊന്നും കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ട് കുറേയധികം കുട്ടികൾ ഉണ്ടാകുന്ന കുടുംബങ്ങളായിരുന്നു മുമ്പുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ രക്ഷിതാവ് പിന്നെ ഒരു കുട്ടിയുടെ കാര്യത്തിലായിട്ട് കൂടുതൽ കൺസേൺ ആവില്ല. ഇന്ന് കുട്ടികളുടെ എണ്ണം കുറവാണ്. അപ്പോൾ ഉള്ള കുട്ടിയുടെ കാര്യത്തിൽ ഭയങ്കര കൺസേണായി ഓവർ പാമ്പേർഡാവാനുള്ള സാധ്യത ഒരുപാട് കൂടുതലായിരുന്നു. അത് കിട്ടിയിട്ടാണ് കുട്ടി സ്കൂളിൽ വരിക. അപ്പോൾ കുട്ടിയിലുണ്ടാകുന്ന ഏത് കാര്യവും രക്ഷിതാവ് ഭയങ്കര വലിപ്പത്തിലായിരിക്കും. അതിൻ്റെ ശരിയായ വലിപ്പത്തിൽ കാണുന്നതിന് പകരം അതിൻ്റെ വലിപ്പം കൂട്ടിക്കാണുന്നു. ഇത് പല രീതിയിലും പിന്നെ അധ്യാപകരെ സ്കൂളിനെയൊക്കെ ബാധിക്കുന്നുണ്ട്. നേരത്തെ എനിക്ക് തന്നെ അറിയാം, ഞാനൊക്കെ ജോലിയിൽ കയറിയ കാലത്ത് തന്നെ അന്ന് PTA പ്രസിഡന്റ് വന്നിട്ട് പറയുന്ന ഒരു ഡയലോഗ് എനിക്ക് ഓർമ്മയുണ്ട്. ഞങ്ങൾ നാട്ടിലെ ശ്രീകൃഷ്ണ ബസ് പോലെയാണ് ഞാൻ വീട്ടിൽ. മുപ്പറെന്ന് പറഞ്ഞൊരു കമൻ്റ് അതാ. ഞാൻ രാവിലെ കുട്ടികൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് വീട്ടിൽ നിന്ന് പോയി. ഞങ്ങളുടെ ബസ് രാവിലെ 5:15 പോയിട്ട് രാത്രി 10 വരുന്ന ഒരു ബസ്സാണ്. എക്സാമ്പിൾ പറഞ്ഞ. അതുകൊണ്ട് കുട്ടികളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല, അത് അധ്യാപകരുടെ ചുമതലയാണ്. ഇതായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. ഇപ്പം അതേസമയം അതേ സ്കൂളിലെ ഒരു PTA മീറ്റിംഗിൽ ഞാൻ പങ്കെടുത്തപ്പോൾ അവിടുത്തെ രക്ഷിതാവ് എന്നിട്ട് പറഞ്ഞത്, സുവോളജി ടീച്ചർ വരച്ചിട്ട് കാണിച്ചതിലെ 3 വരയ്ക്ക് വ്യത്യാസമുണ്ട് എന്ന്. ആ രീതിയിൽ ഈ ഓവർ ക്യൂരിയോസിറ്റി ഭയങ്കരമായ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ രക്ഷിതാവ് എവിടെയാണ് ഇടപെടേണ്ടത്, എവിടെയാണ് നിൽക്കേണ്ടത്, എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്നുള്ള ഒരു നോളജ് രക്ഷിതാവിന് ഉണ്ടായാൽ മതിയാവും. കൃത്യമായ അവബോധം ഉണ്ടായിരിക്കണം, ഒരു അവയർനെസ്. ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ നമുക്ക് എല്ലാത്തിനും ട്രെയിനിങ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ BEd കഴിഞ്ഞവർ മാത്രമേ അധ്യാപകരാൻ പറ്റുള്ളൂ. ഒരു LKG UKG പഠിപ്പിക്കണമെങ്കിൽ പോലും PPTC എന്നൊരു കോഴ്സ് കഴിയണം. എന്നാൽ രക്ഷിതാവ് ഒരു കോഴ്സിനും പോകുന്നില്ല എന്നുള്ളതാണ് ഒരു കോഴ്സുമില്ല, പരിശീലനമില്ല. അപ്പോൾ അതൊക്കെ ബാധിക്കുന്നുണ്ടാവുക കുട്ടീൻ്റെ പഠനത്തെയും പഠനത്തോടുള്ള താല്പര്യത്തെയും സ്കൂളിനോടുള്ള താല്പര്യത്തെയും കുട്ടിയുടെ ആകമാനമുള്ള വളർച്ചയെ ബാധിക്കുന്നുണ്ടാവും. സ്കൂളിന് ഒരു പക്ഷേ അക്കാഡമിക് മാത്രമായിരിക്കാൻ ബാധിക്കാം, പക്ഷേ ഒട്ടും പരിശീലനത്തെ രക്ഷിതാവ് അക്കാഡമിക്കിൻ്റെ ഒപ്പം ബാക്കിയുള്ളതിനെ കൂടെ ബാധിക്കും എന്നുള്ളതാണ്. പക്ഷെ വേറൊരു വ്യത്യാസം കാണുന്നത്, ഇപ്പോൾ നമ്മൾ ഈ ജെൻസി പാരൻസിലേക്കൊക്കെ വരുമ്പോൾ ഇത് പഠിക്കുന്നൊരു വിഭാഗം പാരൻസ് വരുന്നുണ്ട്. ധാരാളം കോഴ്സുകൾ, ഇപ്പോൾ നമ്മൾ പാപ്പിയോണ ചെയ്യുന്ന ഒരുപാട് കോഴ്സുകൾ നമുക്കറിയാം.
പാരൻസ് ധാരാളം എൻറോൾ ചെയ്യുന്ന കോഴ്സുകളാണ്. അപ്പോൾ പഠിക്കാനും വളരാനുള്ള ഒരു പിന്നെ എക്കോസിസ്റ്റം നാട്ടിലുണ്ടായി വരുന്നുണ്ട്. അതിനോടുള്ള താല്പര്യം ഒരു ഭാഗത്ത് കൂടി വരുന്നുണ്ട്. അതെ അതെ, അതൊരു ചേഞ്ചിന്റെ ഭാഗമാണ്. കാരണം യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അത് നേരത്തെ വന്നു കഴിഞ്ഞു, നമ്മൾ അതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും ഞങ്ങളെന്ത് പഠിക്കാനാന്നുള്ള മനോഭാവം ഉള്ളവരാണ് ഭൂരിപക്ഷം എന്നുള്ളതാണ്. ഇനി നമ്മളിതിലേക്ക് തിരിച്ചു വരുമ്പോൾ, വീട്ടിലേക്ക് തിരിച്ചു വരുന്ന ക്ലാസ് കഴിഞ്ഞ് വരുന്നൊരു കുട്ടി, ആ കുട്ടിയോട് രക്ഷിതാവ് ചോദിക്കാൻ അല്ലെങ്കിൽ കുട്ടിയെ ഡീൽ ചെയ്യാൻ പറ്റാത്ത കുറച്ച് രീതികളുണ്ട്, ഒരിക്കലും സമീപിക്കാൻ പറ്റാത്ത. ഉദാഹരണത്തിന് വന്നുകൊണ്ടു തന്നെ ചിലപ്പോൾ പലപ്പോഴും പാരൻസ് ചോദിക്കും ഇന്നെന്താ പഠിച്ചതെന്ന്. അതെ അതെ അതെ, ഇന്നെന്താ പഠിച്ചെന്നുള്ള ചോദ്യം ശരിക്ക് ചെറിയ ക്ലാസ്സിലെ കുട്ടികളോടൊക്കെ ചോദിക്കുമ്പോൾ അവരാകെ കൺഫ്യൂസ്ഡ് ആവും. കാരണം അവർക്ക് എല്ലാം പഠനം തന്നെയാണല്ലോ. ആ വീട്ടിൽ നിന്നുള്ള യാത്രയും ബസ്സിലെ യാത്രയും നടന്നാ പോകുന്നെങ്കിൽ അതൊക്കെ എല്ലാ അനുഭവങ്ങളും പഠനം എന്നുള്ളത്. അപ്പോൾ അവിടെ രക്ഷിതാവ് പ്രതീക്ഷിക്കുന്നുണ്ടാവുക ഇന്നെന്തൊക്കെ എഴുതാൻ തന്നത്, എന്തൊക്കെയെന്ന് കേട്ടെടുത്തിരുത്തിയ ഈ വക സാധനങ്ങളായിരിക്കും രക്ഷിതാവ് പ്രതീക്ഷിക്കുന്നുണ്ടാവുക. പകരം എനിക്ക് തോന്നിയത് ഈ അവിടെ ചോദിക്കാൻ പറ്റുന്നൊരു ചോദ്യം, ഇന്ന് എന്തൊക്കെ നിനക്ക് ഇഷ്ടപ്പെട്ട് നടന്ന സ്കൂളിൽ, ഇന്ന് സ്കൂളിൽ നടന്ന സ്കൂൾ മാത്രമല്ല ആ യാത്രയിൽ എനിക്ക് ആകെയുള്ള ഒക്കെ ഒരു രീതിയായിരിക്കും. ഇന്ന് എന്തൊക്കെ ഉണ്ടായേ, അതെ അതെ, ഇന്ന് ഏറ്റവും ഇഷ്ടമായത് എന്താ. ഈ ഡെയിലി റിഫ്ലക്ഷനുകൾ നടക്കുമ്പോൾ കുട്ടിയുടെ ഒരു അവെയർനെസ് ലെവൽ കൂടുക, കുറച്ചുകൂടെ മൈൻഡ്ഫുൾ ആവാനും കുറച്ചുകൂടെ. അതാണ് ലേണിംഗ് പ്രോസസ്. നമ്മൾ സാർ നേരത്തെ പറഞ്ഞ എന്ത് പഠിച്ചു എന്നുള്ള ഒരു പ്രൊഡക്റ്റാണ്. നമ്മളെപ്പോഴും ഈ പ്രൊഡക്റ്റിനെ ബേസ് ചെയ്ത് ചിന്തിക്കുന്ന ഒരു സമൂഹം ആയതുകൊണ്ടാണ് എന്ത് പഠിച്ചു ഈ പ്രോസസ്സിലേക്ക് പ്രോസസ്സ് നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല. പ്രൊഡക്റ്റ് നന്നാവണമെങ്കിൽ പ്രോസസ്സ് ഉണ്ടാവണം. പ്രോസസ്സ് നന്നാക്കാനാണ് രക്ഷിതാക്കളും അധ്യാപകരും ഒക്കെ ശ്രമിക്കുന്നത്. അത് പ്രോസസ്സ് നന്നായാൽ സ്വാഭാവികമായും പ്രോസസ്സിന്റെ ഭാഗമായിട്ട് വരുന്ന പ്രൊഡക്റ്റ് നന്നാവും. പ്രോസസ്സിൽ പ്രധാനപ്പെട്ട ഒരു പ്രക്രിയയാണ് ഈ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന സാധനം. അതുപോലെ വീടിൻ്റെ നേരത്തെ സാറ് പറഞ്ഞ പോലെ വീടിൻ്റെ അകത്തൊരു എക്കോസിസ്റ്റം പഠിക്കാനുള്ള പഠനം പ്രധാനപ്പെട്ടതാണ്. പഠിക്കുക എന്നുള്ളത് എൻ്റെ മാത്രം ആവശ്യമല്ല, അത് കുടുംബത്തിൻ്റെയും കൂടെ ഒരു നീഡാണ് എന്ന് കുട്ടിക്ക് ഫീൽ ചെയ്യുന്ന രീതി എല്ലാവരുടേതുമാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ പാരൻ്റ് ഇതിൽ ഇടപെടേണ്ടത് വീട്ടിൽ? യഥാർത്ഥത്തിൽ നമ്മളുടെ വീടുകളിൽ ഇല്ലാത്തൊരു സാധനം ഈ പഠനാന്തരീക്ഷം എന്ന് പറയും. പഠനാന്തരീക്ഷം എന്ന് പറയുമ്പോൾ ഉടൻ നമുക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു റൂം വേണം, അല്ലെങ്കിൽ ആ റൂമിൽ ഒരു പ്രത്യേക സൗകര്യം വേണം, ചെയർ ഇങ്ങനത്തെ ഇരിക്കണം, അങ്ങനത്തെ ഒരു സാധനം. അതല്ല ഇൻഫ്രാസ്ട്രക്ചറാണ്, അതല്ല പഠനാന്തരീക്ഷം. എല്ലാവരും പഠനത്തെക്കുറിച്ച് ചിന്തിക്കുന്ന അന്തരീക്ഷം. അതെ, അതാണ് പഠനാന്തരീക്ഷം. അപ്പോൾ നമ്മൾ വീട്ടിൽ ഒരു 7 മണിക്കെങ്കിലും വീട്ടിലെ മറ്റു പ്രവർത്തികളൊക്കെ മാറ്റിവെച്ച്, ഞാൻ എപ്പോഴും പറയാം അടുക്കള പൂട്ടിയെന്നാണ്. അടുക്കളയാണ് നമ്മുടെ വീട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർക്കിംഗ് സ്പേസ് ആയിട്ട് വരുന്നത്. അടുക്കള 7 മണിൻ്റെ മുൻപേ ഭക്ഷണം കഴിച്ചിട്ടോ അല്ലെങ്കിൽ കഴിക്കുന്നതിന് മുമ്പോ അടച്ചിട്ട് എല്ലാവരും കൂടി ഇരിക്കുന്ന സിസ്റ്റം. അതാണ് ഫിൻലാൻഡ് പോലുള്ള രാജ്യങ്ങളുടെ വിദ്യാഭ്യാസം ഇത്രയും സക്സസ് ആയത്. അവർ വീടിനെ തന്നെ ഒരു വിദ്യാലയമാക്കി മാറ്റുന്നു. 7 മുതൽ 9 വരെ ടൈം ടേബിൾ പ്രകാരം നീങ്ങുന്ന ഒരു സാധനം. ആ രീതിയിലേക്ക് നമ്മളുടെ വിദ്യാഭ്യാസ വീട്ടിലെ ഒരു സിസ്റ്റത്തെ മാറ്റേണ്ടത്. എനിക്ക് തോന്നുന്നു പഴയ കാലത്ത് കുറച്ചുകൂടെ ഉണ്ടായിരുന്നു. അതെ അതെ, ഒരു സമയം കഴിഞ്ഞ പ്രാർത്ഥന കഴിഞ്ഞ് ഈ മണ്ണെണ്ണ വിളക്കതിന്റെ വെളിച്ചതല്ല, അത് വിളക്കൊന്നേ ഉണ്ടായിരുന്നുള്ളത് കൊണ്ടാണ് ഷെയർ ചെയ്യപ്പെടുന്നത്. അതെ, ഇപ്പൊ എല്ലാ റൂമിലും സൗകര്യം വന്നു. പൊതുവേ പറയുന്ന കാര്യം അതാണ്, നമ്മളുടെ സൗകര്യങ്ങൾ വർദ്ധിക്കുമ്പോൾ ബന്ധങ്ങൾ കുറയും, പോസിറ്റീവായ കുറേ സാധനങ്ങൾ നശിക്കും. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും മുറിയായി, ഓരോരുത്തർക്ക് ലൈറ്റായി. അപ്പോൾ സ്വാഭാവികമായിട്ടും റിലേഷൻഷിപ്പ് കുറഞ്ഞതുപോലെ ഈ സിസ്റ്റത്തിലും മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ മിക്കവാറും കുട്ടികളുടെ കാര്യത്തിൽ ഇടപാടാനുണ്ടാവുക അമ്മമാരായിരിക്കും ഉണ്ടാവുക, അല്ലേ? അപ്പോൾ കുട്ടികളെണ്ണം കുറവാണ് വീട്ടിൻ്റെ അകത്ത്. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു അമ്മ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വീട്ടിൻ്റെ അകത്ത് കുട്ടിക്ക് ഒരു ഓർഡർ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും പഠന കാര്യങ്ങളിൽ, അല്ലേ? വൈകിട്ട് വന്നിട്ട് എന്താ ചെയ്യേണ്ടത്, പിന്നീട് എന്താ ചെയ്യേണ്ടത്. അപ്പോൾ സ്കൂളിൽ നിന്ന് പഠിച്ചു വന്ന ഒരു കാര്യങ്ങളുടെ ഒരു റീകണക്ഷൻ അതാണല്ലോ വീട്ടിൽ നിന്ന് ചെയ്യേണ്ടത്, അല്ലാണ്ട് പുതിയ പഠിപ്പിക്കലൊന്നുമല്ല. ആ ഉണ്ടായ ഒരു ധാരണ, അറിവ്, ഒരു സ്കീമ എന്ന് പറയുന്ന ഒരു സാധനം നിലനിർത്താനുള്ള ഒരു റീഇൻഫോഴ്സ്മെൻ്റ് ആണ് വീട്ടിൽ നിന്ന് വേണ്ടി വരിക. അപ്പോൾ അത് പ്രായാനുസൃതമായിട്ട് ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. ഇപ്പോൾ ചെറിയ ക്ലാസ്സിലെ കുട്ടികളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പഠിച്ച അക്ഷരങ്ങളുണ്ടാവും. ഈ അക്ഷരങ്ങളൊക്കെ ചിലപ്പോൾ വീട്ടിൽ നോട്ടീസോ പത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വട്ടം വരയ്ക്കുക. മുതിർന്ന ക്ലാസ്സിലാണെങ്കിൽ ഇപ്പോൾ വീട്ടിൽ തന്നെ ഇലക്ട്രിക് സർക്യൂട്ട് എങ്ങനെ വന്നു. അപ്പോൾ ഫിസിക്സ് ആണ് കുട്ടി പഠിക്കുന്നത്, കെമിസ്ട്രി പഠിക്കുന്നത്, മാത്തമാറ്റിക്സ് പഠിക്കുന്നത്. വീട്ടിലെ ഏരിയ പഠിക്കാൻ വേണ്ടിയിട്ട് കുട്ടി ഒരു സ്ക്വയറുള്ള റൂമും റെക്റ്റാങ്കിളായ റൂമും തമ്മിലുള്ള വ്യത്യാസം പഠിക്കുമ്പോൾ, അല്ലെ അതിൽ കോൺ അളക്കുമ്പോൾ കുട്ടിക്ക് തോന്നുകയാണ് തൻ്റെ ലൈഫിലും കൂടി ഒരു ആവശ്യമുള്ളതാണെന്ന്. ഭാഷ പഠിക്കുന്നവർക്ക് രസകരമായിട്ട് റോൾ പ്ലേ ഒക്കെ ചെയ്തിട്ട് ചെറിയ ക്ലാസ്സിലൊക്കെ അത് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും പഠനം എന്നുള്ളത് കുട്ടിയുടെ ലൈഫിൽ മൊത്തമുള്ള ഒരു സംഗതിയായിട്ട് ഡെവലപ്മെന്റ് ഒരു ഭാഗമായിട്ട് മാറും. ലാംഗ്വേജ് ഒക്കെ പ്രത്യേകിച്ച് ഇപ്പം ജെൻസി പാരൻസ് ഒക്കെ അത്യാവശ്യമൊക്കെ 1-2 ലാംഗ്വേജ് ഉപയോഗിക്കാൻ. അതെ, സ്വാഭാവികമായിട്ടും ലാംഗ്വേജിൽ വരുന്ന ഏറ്റവും വലിയ പ്രശ്നം സ്കൂളിൽ നിന്ന് മാത്രമായിട്ട് ഒരിക്കലും ലാംഗ്വേജ് ഡെവലപ്മെന്റ് നടക്കില്ല. അപ്പോൾ കുറച്ച് സമയമെങ്കിലും നമ്മൾ വീട്ടിലും ആ ഒരു ലാംഗ്വേജിന്റെ
പഠനത്തിന് വേണ്ടിയിട്ടുള്ള നാച്ചുറൽ സിറ്റുവേഷൻ അൺനാച്ചുറൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്യും. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഉറങ്ങാനുള്ളൊരു സമയമുണ്ട് കുട്ടിക്ക്. ഇതിൽ രണ്ട് കാര്യം എനിക്ക് തോന്നിയുള്ളൂ. ഒന്ന്, കുട്ടികളൊന്ന് ലേറ്റ് നൈറ്റിലേക്ക് പോകുന്നുണ്ട് പലപ്പോഴും. അതെ പുതിയ ജനറേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഉറക്കം ഡിസോർഡറാണ്, ഒരു സ്ലീപ്പ് ഹൈജീൻ കുറയുന്നുണ്ട്. അതിൽ കുട്ടികളുടെ ഒരു സംശയം ഞാൻ അഷ്റഫ് സാറോട് ചോദിക്കണമെന്ന് വിചാരിച്ചൊരു കാര്യമായിരുന്നു. അത് പൊതുവേ നൈറ്റോൾ എന്നാണ് അവർ വിളിക്കുക. ഞാൻ നൈറ്റോളാണ് പറയുന്നത്, എന്തോ പ്രൈഡ് പോലെ പറയാം. ഞങ്ങൾ മോർണിംഗിൽ എഴുന്നേൽക്കേണ്ട കാര്യം എന്താ, രാത്രി ഞങ്ങൾ വായിക്കുന്നില്ലേ. അത് പൊതുവെ കുറച്ചുകൂടി മുതിർന്ന കുട്ടികളുടെ, ഒരു +1 ഒക്കെ പഠിക്കുന്ന കുട്ടികളാണ് അത് കൂടുതലായിട്ട് പറയുന്നത്. അതിൻ്റെ ഏതെങ്കിലും ഒരു മനഃശാസ്ത്രപരമായിട്ടുള്ളൊരു സാധനം അതിൽ നടന്ന സ്റ്റഡീസൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ ബ്രെയിൻ രണ്ട് കാര്യങ്ങൾ രാത്രി നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഒന്ന്, ബ്രെയിൻ സെല്ലുകളുടെ ക്ലെൻസിങ് നടക്കണം. ഈ ക്ലെൻസിങ് നടക്കുമ്പോഴാണ് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ബ്രെയിനിലുണ്ടാവുന്ന ഈ വേസ്റ്റുകളെല്ലാം ക്ലീൻ ചെയ്യപ്പെട്ടു പോകുന്നത്. അത് ക്ലീൻ ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ നമുക്ക് പിറ്റേന്നത്തെ ദിവസം മോശമാവും. നമ്മളൊരു ദിവസം രാത്രി ഉറങ്ങിയില്ലെങ്കിൽ പിറ്റേന്ന് സംഭവിക്കും, നമുക്ക് ആലസ്യം. അത് ഈ ക്ലെൻസിങ് നടക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ ഉറക്കം വൈകുന്തോറും ഈ ക്ലെൻസിങ്ങും വൈകും. രണ്ടാമതൊരു സംഗതി നമ്മൾ ബ്രെയിനിൽ നടക്കുന്ന നമുക്കറിയാം, ഒരു മെമ്മറി കൺസോൾട്ടേഷൻ എല്ലാ ദിവസവും രാത്രി നടക്കുന്നുണ്ട്. നമ്മൾ പകൽ പഠിച്ചെടുത്ത ഓർമ്മിച്ചെടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഒരു ഷോർട്ട് ടൈം മെമ്മറിയിലേക്ക് കിടക്കുന്നുണ്ടാവും. ഇത് കൃത്യമായിട്ട് കൺസോളിഡേറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്യുന്നൊരു പണി രാത്രി ഉറങ്ങുമ്പോൾ ബ്രെയിൻ ചെയ്യുന്നുണ്ട്. അതും രാത്രി 12 മണിക്കുമ്പോൾ ഉറക്കമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ആ ഉറക്കം വൈകിയാൽ അല്ലെങ്കിൽ മിസ്സായി കഴിഞ്ഞാൽ, ഡിസോർഡർ ആയി കഴിഞ്ഞാൽ ഇത് ബാധിക്കാൻ പോകുന്നത് മെമ്മറിയാണ്. മെമ്മറിയെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കുട്ടീൻ്റെ പഠനത്തെയും പ്രകടനത്തിനെ അത് ബാധിക്കും. ഇന്ന് ബാക്കി എല്ലാ കാരണം പഠനം എന്നുള്ളത് ഇന്നിപ്പോൾ നമ്മൾ ഏത് സിസ്റ്റം എടുത്താണെങ്കിലും മെമ്മറിക്ക് വലിയ പങ്കുണ്ട്. മെമ്മറി ഡിസോർഡർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുട്ടീൻ്റെ ലോങ് ടൈം മെമ്മറിയിലേക്ക് പഠിച്ചൊരു കാര്യം പോയിട്ടില്ലെങ്കിൽ പിന്നീട് അത് കുട്ടിക്ക് റീറ്റേക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഉറക്കം ഡിസോർഡർ ആകുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നുണ്ട്. നമുക്ക് നൈറ്റ് ലൈഫ് കൂടുന്നുണ്ട്. പ്രത്യേകിച്ച് സിറ്റിയിലൊക്കെ നൈറ്റ് ലൈഫ് അത് ലൈഫിൻ്റെ ഒരു ഭാഗമാണെന്നല്ല. അത് പക്ഷേ യൂറോപ്യന്മാർ ഒഴിവാക്കിയതാണ് നമ്മൾ തിരിച്ചറിയുക. അവർ തെറ്റാന്ന് മനസ്സിലാക്കിയിട്ട് ഒഴിവാക്കി തിരിച്ചു വന്ന അവരൊക്കെ ഏളി ബേഡുകളായിട്ട് മാറി. ഒരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ള, രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് അന്നത്തെ കാര്യങ്ങൾ മൊത്തം റിഫ്ലക്റ്റ് ചെയ്യണം കുട്ടികൾ. രാവിലെ എണീച്ചത് മുതൽ എന്തൊക്കെയാണ് നടന്നത്, എന്ത് ചെയ്തു, പിന്നെന്താണ്ടായേ അതൊരു എപ്പിസോഡിക്കൽ മെമ്മറി കുട്ടികളിൽ കൂട്ടാൻ സഹായിക്കുന്നു. അങ്ങനെ ക്രമത്തിൽ ഓർത്തെടുക്കുക ഓരോന്നിനെ. പിന്നെ വേണമെങ്കിൽ എൻ്റെ കൂടെ 2ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യുക, ഡയറി എഴുതിപ്പിക്കുക. അന്നത്തെ അനുഭവങ്ങൾ, മെമ്മറി, ഫീലിങ്സ്, ഭാഷയായിട്ട് വികസിക്കും. കുട്ടിൻ്റെ ക്രിയേറ്റിവിറ്റി കൂടും, റൈറ്റിംഗ് ഇന്റലിജൻസിൽ വ്യത്യാസം വരും. മാത്രമല്ല, ഈ ഡയറി സൂക്ഷിച്ചു വെച്ചിട്ട് പിന്നീട് ഒരു കാലത്ത് എടുത്തു നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭയങ്കര രസമായിരിക്കും. അപ്പോൾ ആകെ കൂടി പറഞ്ഞാൽ നമുക്ക് തോന്നുന്നത് ഒരു ക്രമമാണ്. ഇപ്പോൾ ടൈം ടേബിളാണ് സ്കൂളിൻ്റെ എഡ്യൂക്കേഷനെ ബാധിക്കുന്നത്. അതേപോലെ വീടുകളിലും ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുകയും അതൊരു ശീലമാക്കി മാറ്റുകയും താഴ്ന്ന ക്ലാസ്സിൽ മുതലേ അത് ശീലം കൊണ്ടുവരികയും ചെയ്യുകയാണ് വേണ്ടത് എന്നാണ് ആകെയുള്ള ഈ ചർച്ചയിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റുക.